ഹലോ, എന്തിൻ്റെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പള്ളിയിലത്തെ പെരുന്നാളായിരുന്നു കേട്ടോ. ഇന്നലെ ആയിരുന്നു. സെൻറ്റ് തോമസ് പള്ളി എന്നാണ് കേട്ടോ പറയാം അതിൻ്റെ പേര്. അപ്പോൾ എങ്ങനെയൊരു സെൻറ്റ് തോമസ് പള്ളി. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിസ്മസിനെക്കാട്ടും കൂടുതൽ എല്ലാവരും ആഘോഷിക്കുന്നത് പള്ളി പെരുന്നാൾ തന്നെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് വന്നത് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലേന്നല്ലേ. പക്ഷേ ആക്ച്വലി എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ആയിട്ട് കരുതണത് അവർ പള്ളി പെരുന്നാൾ തന്നെയാണ് കേട്ടോ. നമ്മളാണെങ്കിലും കൂടിയിട്ട് ഓണം വിഷുവിനെക്കാട്ടൊക്കെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൂരത്തിനാണ് എല്ലാവരും നാട്ടിലേക്ക് വരുന്നത്. ഇപ്പം എൻ്റെ അനിയന്മാരാണെങ്കിൽ കൂടിയിട്ട് ഓണത്തിന് വിഷുവിനൊന്നും എല്ലാവരും നാട്ടിലേക്ക് വരാം, പൂരം കൂടാൻ വേണ്ടിയിട്ടാണ് അവർ നാട്ടിലേക്ക് വരാം. അപ്പോൾ നമ്മൾ വണ്ടി ഒരു കടയുടെ മുന്നിൽ വെച്ചിട്ടാണ് പിന്നെ പള്ളിയുടെ അടുത്തേക്ക് പോയത് കേട്ടോ. അപ്പോൾ ആ കടയിലത്തെ ചേട്ടൻ പായിനൊരു ബലൂൺ കൊടുത്തിട്ടുണ്ട്. പായിന് മാത്രമല്ല ഫ്രണ്ടിൽ പോണ 2 പിള്ളേരില്ലേ, അവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തതാണ് കേട്ടോ അത്. പായിനപ്പോൾ അത് കിട്ടിയപ്പോൾ സന്തോഷമായി, പായിൻ്റെ ഇഷ്ടപ്പെട്ട കളറാണെന്നും പറഞ്ഞിട്ടാണ് പായ നടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പള്ളി എത്തിയിട്ടുണ്ട്. പള്ളി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ പ്രാവശ്യവും അതെ ലൈറ്റിങ് അടിപൊളിയായിട്ട് അവർ ചെയ്യും കേട്ടോ. അത് ഇപ്രാവശ്യം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും നല്ല ഭംഗിയിലാണ് ഡയറക്റ്റ് കാണാനെന്ന് പറഞ്ഞാൽ. എനിക്കത് പറഞ്ഞറിയിക്കാനോ എങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നോ എന്നൊന്നും എനിക്കറിയില്ല. അത് ഡയറക്റ്റ് കണ്ടവർക്ക് അറിയാം അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് കേട്ടോ. ഇത്രയും വലിയ പള്ളി ഇവിടെ ഉണ്ടായിട്ട് ഓടിയിട്ടേ ഇന്ന് വരെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പഠിച്ചത് ഇവരുടെ തന്നെ ചെറിയൊരു സ്കൂളുണ്ട് തൊട്ടപ്പുറത്ത്, മഠം, അവിടെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. നഴ്സറി 1, 2, 3-ാം ക്ലാസ് ആയപ്പോൾ മാമൻ്റെ അവിടേക്ക് പോയി. പിന്നെ മാമൻ്റെ അവിടെയായിരുന്നു കാരമുക്ക് സ്കൂളിലായിരുന്നു 3ഉം 4ഉം. പക്ഷെ 4-ാം ക്ലാസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് ഇവിടെ വീണ്ടും വന്നിട്ടാണ്, മഠത്തിലേക്ക് തിരിച്ച് വന്നിട്ട് തന്നെയാണ് 4-ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന് പിന്നിൽ കുറേ ബാക്ക് സ്റ്റോറീസ് ഉണ്ട്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇന്നലെ എഡിറ്റ് ചെയ്ത് എല്ലാതും പോസ്റ്റുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് കിടന്നുറങ്ങിയതാണ്. പക്ഷേ ഇന്ന് കാലത്ത് എനിക്ക് നോക്കിയപ്പോൾ ഉണ്ടടാ കോപ്പി റൈറ്റിൻ്റെ മേളം. പിന്നെ നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഇപ്പോൾ കാലത്ത് ഇരുന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര സങ്കടമായി. അതെന്ത് സംഭവം എന്ന് വെച്ചാൽ നല്ല പ്രോഗ്രാമായിരുന്നു ഇവിടെ ഗാനമേള എന്ന് പറയുന്നത്. അതൊന്നും ഇതിലേക്കൊന്ന് ആഡ് ചെയ്യാനോ പിടിക്കാനോ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. ഞാൻ ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ ഈ കോപ്പി റൈറ്റ് എന്നൊക്കെ പറയുന്നത്. എന്തിനാ അത് ഇങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളതെന്ന് തന്നെ എനിക്ക് മനസ്സിലാവണില്ല. നമ്മളിപ്പോൾ ഇൻസ്റ്റയിൽ വീഡിയോ ഇടാണെങ്കിലും കൂടിയിട്ട് ഇൻസ്റ്റയിലും ഉണ്ട് കേട്ടോ ഈ ഒരു സംഭവം, ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഇൻസ്റ്റയിലും ഉണ്ട് ശരിക്കും. കുറേ വീഡിയോസ് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് എടുത്ത് വെച്ചതാണ്, എന്നിട്ട് എനിക്കൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തൊരു സങ്കടം എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ അവർ എന്താ പറയുക വയലിൻ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എന്നുള്ള പാട്ടില്ലേ, എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാട്ടാണ്. അതിൻ്റെ ഒരു വയലിൻ വെച്ചിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. അത് തന്നെ ഒത്തിരി നമുക്ക് എന്താ പറയുക ഒത്തിരി സന്തോഷം തന്നൊരു കാര്യമായിരുന്നു കേട്ടോ. ഞാനതൊക്കെ എടുത്ത് വെച്ചതാണ്. പക്ഷെ ഒന്നുമില്ല, പിന്നെ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഗപ്പിലത്തെ പാട്ടായിരുന്നു, അതും എൻ്റെ ഫേവറേറ്റാണ്. പക്ഷെ നമുക്ക് നിവൃത്തിയില്ലടോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ചേട്ടനൊക്കെ ഇവിടെ തന്നെയായിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. 7-ാം ക്ലാസ് വരെ സെൻറ്റ് തോമസ് പള്ളിയിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ചേട്ടനെക്കാട്ടും കൂടുതൽ ഞാൻ എടുത്ത് പറയേണ്ടത് എൻ്റെ കെട്ടിയോനാണ് കേട്ടോ. ഏട്ടൻ പഠിച്ചത് 10-ാം ക്ലാസ് വരെ ഇവിടെ തന്നെയാണ്. ഏട്ടൻ കസറിക്കൊണ്ടിരുന്ന ഒരു സ്കൂൾ തന്നെയാണ് കേട്ടോ സെൻറ്റ് തോമസ് പള്ളി, സെൻറ്റ് തോമസ് സ്കൂളെന്ന് പറയുന്നത്. ഇവിടെ ഒരുവിധം എല്ലാ കുട്ടികളും അവിടേക്ക് തന്നെയാണ് പോണത്. ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താ വെച്ചാൽ അത്രയെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും എത്തിച്ച് തരാൻ പറ്റുമല്ലോ, കാണാനെങ്കിലും പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഇവരുടെ ട്രൂപ്പിൻ്റെ പേരൊന്നും അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. ഇതാന്ന് തോന്നുന്നു ട്രൂപ്പിൻ്റെ പേര് 11 KV. ഇവർ തന്നെയാണോ ഇനി സ്ട്രൈക്ക് എന്നുള്ളത് എനിക്ക് ഇവരല്ല കേട്ടോ, വേറെ ഏതോ ഒരു സോങ്ങിൻ്റെ ആൾക്കാരാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് എന്താ പറയുക ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എനിക്കിതൊന്നും ആഡ് ചെയ്യാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും ആഗ്രഹിച്ച്, ഞാൻ ഇന്നലെ രാത്രി 7 മണിയപ്പോൾ തുടങ്ങുമെന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അപ്പം ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു വേഗം പഠിച്ച് റെഡി ആയിക്കോ, അമ്മ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീമോളെ വിളിച്ച് സെറ്റ് ചെയ്തു. അപ്പോൾ ശ്രീമോള് അമ്മയും പിള്ളേരും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പക്ഷേ ശ്രീമോളെ കണ്ടത് കോമഡിയാണ് കേട്ടോ. ഞങ്ങൾ പള്ളിയിലേക്ക് കയറി നേരത്തെ ഞാൻ വിളിച്ച് ശ്രീമോളെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ആ നേരത്തെ കണ്ടത് തന്നെ എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഞാൻ അവളെ കണ്ടിട്ട് തന്നെയില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ നേരെ എന്താ പറയുക ഈ ഗാനമേളയുടെ ഉള്ളിലേക്ക് കയറി പോവാണ് ചെയ്തത്. പായൊക്കെ നല്ല ആട്ടായിരുന്നു കേട്ടോ. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേപോലെ ആടുതന്നെയായിരുന്നു. എനിക്ക് സന്തോഷമുള്ള കാര്യം കേട്ടോ കാണാൻ. ഞാൻ അമ്മൂട്ടിയുടെ അടുത്ത് ഇങ്ങനെ പറയും നിനക്കൊന്ന് ആടിക്കൂടെ ഒന്ന് ഇളകിക്കൂടെ, ഒരു വികാരമില്ലാണ്ട് എങ്ങനെയാണ് നിൽക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കൂട്ടോ ഞാൻ അവളുടെ അടുത്ത്.
നമുക്ക് പിന്നെ ഈ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്താ പറയുക, അതിനൊന്നും നമുക്ക് സ്കോപ്പില്ല. പക്ഷേ ഈ പിള്ളേർക്കൊക്കെ ആടാനും പിടിക്കാനും അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയമല്ലേ. പക്ഷെ അമ്മൂട്ടിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇല്ല. ഒരു വടി എങ്ങനെ കുത്തി നിർത്തി ആ നിൽക്കണ നിപ്പിൽ എൻ്റെ മോൾ അവിടെ നിൽക്കും കേട്ടോ. പക്ഷെ ബായു അങ്ങനെയല്ല, ബായു നല്ല ആട്ടൊക്കെ ആയിരുന്നു. അതിന് ഭയങ്കര സന്തോഷമായിട്ടാണ്. നമ്മൾ ഇന്നലെ വാടാനപ്പള്ളി പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഗാനമേള ഒരു സുഖമായില്ല കേട്ടോ. ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, വീഡിയോ ഇടാം കേട്ടോ. പക്ഷേ ഇതെന്ന് വെച്ചാലുണ്ടല്ലോ, എല്ലാവരും തകർത്ത് തിമിർത്ത് ആഘോഷിച്ച ഒരു ഗാനമേള തന്നെയായിരുന്നു കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം, കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഗാനമേള കാണുന്നത് തന്നെ. പണ്ട് ആയിരങ്ങണി പൂരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ പേപ്പറും മേമയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പായൊക്കെ എടുത്തിട്ട് പോവും. നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു പറമ്പുണ്ടായിരുന്നു, തെങ്ങുന്തോപ്പ് പോലെ പാടായിരുന്നു കേട്ടോ. അവിടെയാണ് നമുക്ക് ഗാനമേളയും കാര്യങ്ങളൊക്കെ വരാറുള്ളത്. ഇപ്പൊക്കെ ആകെ മാറി, ഇപ്പം അതൊന്നും ഇല്ല. റോഡ് വന്നു, അതിന് മുന്നേ എന്താ പറയുക തെങ്ങുന്തോപ്പ് വന്നു, അതിന് മുന്നായിരുന്നു പാടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെയൊക്കെ പോയി വൈകുന്നേരം ഒരു 11:30-12 മണി വരെ അതിരുന്ന് ഇങ്ങനെ കണ്ടിട്ടാണ് കേട്ടോ എനിക്ക് പോരുള്ളൂ. എന്നെ കൂടുതലും കൊണ്ടുപോകാൻ മേമയും അമ്മയും കേട്ടോ. അച്ഛൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇവയൊക്കെ കാര്യങ്ങൾ കാണാനൊന്നും. അച്ഛൻ അങ്ങനെ താല്പര്യമില്ല. എന്നാലും അച്ഛൻ വല്ലപ്പോഴും വന്ന് എത്തിച്ചു നോക്കിയിട്ട് പോകുന്നല്ലാതെ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവരുടെ ഈ എന്താ പറയുക ചെണ്ടക്കാരുണ്ടല്ലോ, അവർ വേറെ വൈബാണ് കേട്ടോ. എന്തായിരുന്നു അവിടെ എന്താ പറയുക, തകർത്ത് പൊളിക്കാന്ന് പറയില്ലേ, അത്രയും ഒരു ഉഷാറിലാണ് കേട്ടോ. അത്രയും പവറുണ്ട് അവർ ഓരോരുത്തർക്കും. അങ്ങനെ എന്താ പറയുക പെർഫോം ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പള്ളിപ്പെരുന്നാളായിരുന്നു കേട്ടോ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ മ്യൂസിക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. നമ്മുടെ കാലത്ത് എണീറ്റ് പിള്ളേരുണ്ട്. ഒന്നാമത് ഇന്ന് അമ്മൂട്ടിക്ക് ഇന്ന് എക്സാം ഉണ്ട്, ടാലൻറ്റ് എക്സാം ഉണ്ട്. പായുമ്പോൾ പിന്നെ എണീറ്റിട്ടില്ല. അതുകൂടാതെ നമ്മുടെ പന്നിക്കുട്ടികൾ കിടന്നിട്ട് കാറി പൊളിക്കുന്നുണ്ട്. കാലത്ത് എണീറ്റാൽ അവർക്ക് വിശപ്പ് അടങ്ങുമല്ലോ. കാലത്ത് നമ്മൾ എണീക്കുമ്പോഴേക്കും വിശപ്പ് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഞങ്ങളവിടെ കേട്ടോണ്ടിരിക്കുന്നിട്ടാ. ഞാനപ്പോൾ അധികം വോയിസ് ഓവർ കൊടുത്ത് ഞാൻ ചളാക്കുന്നില്ല. കാരണം എന്തായാലും എനിക്കിത് എന്താ പറയുക ഇതിൻ്റെ ഒറിജിനൽ വോയിസിൽ ഇത് പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാനങ്ങനെ എന്താ പറയുക എൻ്റെ കുറച്ച് മെമ്മറീസൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നമ്മളിവിടെ നിർത്തന്നെയാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക, വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഗായകൻ എന്ന് പറയുന്നത് ബാക്കിൽ കണ്ണാട വെച്ചിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയില്ലേ, ഒരു വൈറ്റ് കളറ് ഡ്രസ്സ് ഇട്ടിട്ട്. അപ്പോൾ ആള് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ, ഏങ്ങണ്ടിയൂർക്കാരനാണ്. പിന്നെ വേറെ ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു ഏങ്ങണ്ടിയൂരുള്ളവർ. അപ്പോൾ ആള് സിനിമയിലൊക്കെ പാട്ട് പാടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയും അതെ നമ്മുടെ എന്താ പറയുക സ്റ്റീഫൻ ദേവസിയൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ ട്രൂപ്പിലൊക്കെ പാട്ട് പാടിയുള്ള കുട്ടിയാണെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആങ്കറായിട്ട് നിന്നിരുന്ന കുട്ടികൾ നല്ല രസമുണ്ട് കേട്ടോ. വർത്താനം പറഞ്ഞൊക്കെ നല്ല രസമുണ്ട്. ഒരു എന്താ പറയുക ഒരു മടുപ്പോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനോ ഇല്ലാതെ ഒരു സ്റ്റേജ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ഇവർ പാടുന്ന ആൾക്കാരും അല്ലെങ്കിൽ അവിടെ കൊട്ടാൻ നിൽക്കുന്ന ആൾക്കാരും എങ്ങനെ ആ സ്റ്റേജിനെ നമ്മളെ ഇളക്കി മറിക്കുന്നുണ്ടോ അതേപോലെ തന്നെ ആ കുട്ടിയും കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു എന്താ പറയുക എനർജിയിൽ തന്നെ ആ കുട്ടി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആ സ്റ്റേജിനെ. അതിന് വലിയൊരു എന്താ പറയുക നല്ലൊരു ധൈര്യം തന്നെ വേണം. ഒറ്റയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ ആൾക്കാരോട് എന്താ പറയുക മിങ്കിൾ ചെയ്യണ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ് ആ കുട്ടിയുടെ. ഈ കുട്ടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എന്താ പറയുക നമ്മുടെ ഏങ്ങണ്ടിയൂർക്കാരൻ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ പിന്നെ ഇനി ഞാൻ കൂടുതൽ വീഡിയോസൊന്നും ഇതിൽ ആഡ് ചെയ്യണില്ല. നമ്മളിത് കഴിഞ്ഞ് മുഴുവനാക്കാൻ നിന്നില്ല. അപ്പോഴേക്കും ഇവിടെ എല്ലാവർക്കും ദാഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് 1 മണിക്കൂറോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാഹിക്കലൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ പതിയെ പോന്നു. പിന്നെ നമ്മൾ കിഴക്കേ ഭാഗമൊക്കെ ഒന്ന് പോയി കണ്ടു. പള്ളി മറ്റേ പറഞ്ഞില്ലേ സ്കൂളിൻ്റെ ഭാഗമൊക്കെ അവിടെയൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് പിന്നെ നമ്മൾ ഒരു ചന മസാല ഇല്ല 3 ചന മസാല വാങ്ങിച്ചു. പക്ഷെ നല്ല എരിവായിരുന്നു, വെള്ളം കുടിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ചാടിയൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ കേട്ടോ ചെയ്തത്. നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് പൂരങ്ങളുടെ മേളം തന്നെയാണ് കേട്ടോ. 19ഉം 20ഉം എന്ന് പറയണത് പള്ളിപ്പെരുന്നാളാണ്. 20-ാം തീയതി തന്നെ നമ്മുടെ മാമ്പുളിക്കാവ് പൂരം വരുന്നുണ്ട്. 23-ാം തീയതി നമ്മുടെ തൈപ്പൂയം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഗംഭീരാഘോഷം എന്ന് പറയുന്നതാണ് അടുത്ത മാസം വരുന്നത് 17-ാം തീയതി 16-ാം തീയതി വരുന്നത് നമ്മുടെ ബൊക്ലാൻ്റെ പൂരം ആയിരങ്ങണി പൂരം എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്തായാലും അടിച്ച് പൊളിച്ചിരിക്കും. 10 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമാവണവരെന്തായാലും നമ്മൾ കാണണം കേട്ടോ. എപ്പോഴും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ലേ അത്. ഏട്ടൻ ഞങ്ങൾ കളിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഏട്ടൻ 10 ദിവസം ലീവ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നോടുന്ന ആളാണ്. പിന്നെ പേടിയാണ് മൂപ്പരാൾക്ക്, ഭയങ്കര ടെൻഷനാണ്. ജോലി പോവോ എന്നുള്ള പേടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മൂപ്പരാൾ പോയതാണ്. എന്തൊക്കെയാണെങ്കിലും അടിച്ചു പൊളിക്കാൻ നമുക്ക് മണി ആവശ്യമാണല്ലോ അല്ലേ. അപ്പോൾ അത് കാരണം മൂപ്പരാൾ പെട്ടെന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. വലിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ കുറേ വീഡിയോസും കുറേ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു.
അപ്പോൾ അതാണ് ഞാൻ ഡിലീറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റിലേക്ക് ചുരുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ, നമ്മുടെ പള്ളിയിലത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഞാൻ പള്ളിയിൽ കയറിയൊരു ഭാഗം ഇതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.